ഇപ്പം മഴക്കാലമല്ലേ, വീട്ടിൽ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് മഴ നനയാനൊരാഗ്രഹമേ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ പൊന്മുടിയിലേക്ക് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. കുറച്ചൊക്കെ മഴക്കോളൊക്കെ ഉള്ളായിരുന്നു, മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പകുതി എത്തിയപ്പോഴത്തേക്ക് നല്ലതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയേ. പണ്ടൊക്കെ എനിക്ക് മഴയൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ദേഹമൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ല. പിന്നെ റോഡൊക്കെ ഇങ്ങനെ ചളവളാന്ന് നടക്കത്തില്ല, അതൊക്കെ എന്തോ പോലായിരുന്നേ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മഴയൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ആൾക്ക് ഇതുകൊണ്ട് മഴയത്ത് യാത്രയൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ്. കഴിഞ്ഞ 2 തവണ നമ്മൾ ഇതുപോലെ മഴയത്ത് കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വാഗമൺ, അതുകൊണ്ട് തന്നെ മേഘമലയൊക്കെ. ഇത്തവണ പൊന്മുടിയാണ് പിടിച്ചത്. ഇടയ്ക്ക് ചെറിയ മഴയും അതുകൊണ്ട് തന്നെ കോടയൊക്കെ കലർന്ന നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. ചാറ്റൽ മഴ ഉള്ളപ്പോൾ മലയുടെ മുകളിൽ കയറിയിട്ട് പൊതിച്ചോറൊക്കെ കഴിക്കുന്ന വീഡിയോ കണ്ട് ഞങ്ങൾ ഇൻസ്പയറായി ഞങ്ങൾ അതോട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ഫീലിംഗ് ആണ്. അപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തിട്ട് അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ക്ലൈമറ്റൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാർ പാട്ടൊക്കെ ഇട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മോശം ഏർപ്പാടല്ലേ. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ അതൊക്കെയല്ലേ ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ തിരിച്ച് വരുന്ന വഴിയൊക്കെ നല്ല കോടയായിരുന്നേ.